ഒരു വലിയ മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പകല് തന്നെയാണ് ഇന്നും. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥയെന്ന് നമുക്ക് ആതിര സരസ്വതിനോട് ചോദിക്കാം. ആതിര, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. പ്രേക്ഷകരെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ഇന്നും മഴ മുന്നറിയിപ്പ് ഒന്നുമില്ലാത്ത ഒരു ദിവസമാണ്. മാപ്പ് പരിശോധിക്കുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം മഴ അലേർട്ടുകൾ ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മഴ ഇല്ലെങ്കിലും ബീച്ചിലേക്കൊക്കെ പോകുന്ന വിനോദസഞ്ചാരികൾ ഒന്ന് ശ്രദ്ധിക്കുക. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കൃത്യമായി ജാഗ്രത പാലിക്കണം. തീരശോഷണത്തിനുള്ള സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എന്നാൽ ഇനി സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം. മിക്കയിടങ്ങളിലും താപനില സാധാരണയോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തിരുവനന്തപുരത്ത് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട് 33 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ണൂരേക്ക് എത്തുമ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെയാണ് സംസ്ഥാനത്തെ താപനില കണക്കുകൾ പറയുന്നത്. മഴ ഒന്ന് മാറി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇനി സേതുലക്ഷ്മിയിലേക്ക്. ഓക്കെ ആതിര, ശരി. അപ്പോൾ ഇന്നും മഴ മുന്നറിയിപ്പൊന്നും ഇല്ലാത്ത വളരെ മനോഹരമായൊരു നല്ല അന്തരീക്ഷമുള്ളൊരു ദിവസമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ